same old story being told inside my head. അയ്യോ ഒരു കണ്ടം പൂച്ച. ഇതാണ് എല്ലാ അമ്മമാരുടെയും രാവിലത്തെ ഒരു ടോർച്ചർ. നമുക്ക് ഇത് സങ്കടമല്ലേ വിളിക്കാൻ. റെഡിയായേ. രാജിക്കത്ത് ഇതെന്റെ സാമ്രാജ്യമാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലിയ ശബ്ദം കേൾക്കാൻ പറ്റില്ല, കുഞ്ഞുമോൻ ഉറങ്ങാണ്. അപ്പോൾ സമയം ഇപ്പോൾ 6 AM രാവിലെ. നമ്മളെ ഒരു യൂഷ്വൽ വേക്കപ്പ് ടൈമാണ് 6 മണി. കാരണം ആരെങ്കുട്ടിന് 8 മണിയാകുമ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തണം. നമുക്ക് 7:45 മുന്നേ നമ്മൾ ഇറങ്ങും. അതെ. അപ്പം ആര്യന് 7 മണിക്ക് എണീക്കും. അതിന് മുന്നേ 7 മണിക്ക് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സും എല്ലാം പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കണം. എന്നിട്ട് ആര്യനെ എണീറ്റ് ഉടനെ അവനെ പല്ലേച്ച് കുളിപ്പിച്ച് ഫ്രഷായി യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുപോകണം. നമ്മൾ മോൻ്റെ ചോറിൽ കുറച്ച് നെയ്യ് ഇട്ടു കേട്ടോ. ഈ ബ്രോക്കോളി ഞാൻ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ കുറച്ച് നേരം നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് വയ്ക്കും. എന്നിട്ടാണ് കഴുകിയിട്ട് സ്റ്റീം ചെയ്യുക. അതവിടെ കീപ്പ് ചെയ്യാം. പിന്നെ ഒരു എഗ്ഗ് നമുക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. പാൻ കേക്ക് ഉണ്ടാക്കാണ്. സ്നാക്ക്. അപ്പോൾ ഇന്നലെ കൊടുത്തപ്പോൾ, ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ, ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി നാളെ തന്നോടാണ്. കുറേ എള്ളുകൊണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണേ. പക്ഷെ ഇതിന് കടിച്ചു പൊട്ടിക്കാനൊന്നും പറ്റില്ല, കുഞ്ഞിപ്പല്ല് വെച്ചിട്ട്. അപ്പം ഞാൻ ഒന്ന് ഇടിച്ച് പീസാക്കും. ഭയങ്കര പീസായാലും കഴിക്കൂല കേട്ടോ. എൻ്റെ ഒരു അളവുണ്ട്. അതെ, ഇത്രയെങ്കിലുള്ള പീസ് ഉണ്ടാവണം. പഴവും നട്ട്സ് ഉണ്ട്. ഇത്ര നട്ട്സ് കൊടുത്തു വിടും. ഇനി ഒരു ബനാനയും കൊടുക്കും. നട്ട്സ്, എള്ളുണ്ട. നമ്മളങ്ങനെ ഭയങ്കര ഫാൻസി സ്നാക്കൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്കുകളേ ഉള്ളൂ കേട്ടോ. പിന്നെ വെറുതെ ഞാൻ കുക്കുംബർ ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ വെജ് ഫ്രൂട്ട്സ് വെച്ചിട്ടൊന്നും കാര്യമില്ല, കഴിക്കൂല. അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കണം. നമ്മൾ ദോശ, ബട്ടർ ദോശ, ഇഡ്ഡലി, പിന്നെ നമ്മൾ തട്ടിഡ്ഡലി പോലെ, തട്ട് ദോശ പോലെ നല്ല കട്ടിയിൽ ബട്ടർ ഉണ്ടാക്കി കൊടുക്കും, നന്നായി കഴിക്കും. പിന്നെ ഇത് നമ്മുടെ പാൻ കേക്ക് ഒക്കെ മാറി മാറി കൊടുക്കും. പുതിയ മറ്റേ ഉപ്മാവ് അല്ലെങ്കിൽ പുട്ട് പരിപാടികളൊന്നും തിന്നു തുടങ്ങിയിട്ടില്ല. നമുക്ക് ആരും കൊണ്ട് തന്നെ വിളിക്കാം. വലിയ നല്ല മുകളിലൊന്നും ആയിരിക്കില്ല. കുത്തേ എന്നാ കുഞ്ചുമണി, ഗുഡ് മോർണിംഗ് ആയല്ലോ. ഇന്ന് സ്കൂളുണ്ടല്ലോ കുഞ്ചുമണി. ഞമ്പോ
ഇതാണ് എനിക്ക് വിളിക്കാൻ മടി. എനിക്ക് ഇങ്ങനെ ഒരാൾ ഉറങ്ങുന്നുണ്ടല്ലേ, പ്രത്യേകിച്ച് ഇവൻ ഉറങ്ങുന്നുണ്ടല്ലേ, ഇനിയിപ്പോൾ സ്കൂളിൽ പോയില്ലെങ്കിലും വേണ്ടില്ല, ഉറങ്ങിക്കോട്ടെ എന്ന് തോന്നുന്നു എനിക്ക്. മുത്തേ, കുഞ്ഞുമുത്തേ, ചക്രമുത്തേ, ചുണ്ടുമണി, ഒരു കുഞ്ഞു പൂച്ച പുറത്ത് കാത്തിക്കുന്നുണ്ട് കേട്ടോ. ആരുമുട്ടൻ എന്താ എനിക്കട്ടേന്ന് ചോദിച്ചിട്ട് ഒരു കാക്കക്കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞു പൂച്ച ഉണ്ട്. മുത്തേ, ഇവിടെ ഈ പടപ്പിലെ കുഞ്ഞു റാബിറ്റ് ഉണ്ടല്ലോ, കുഞ്ഞു റാബിറ്റ് ചോദിച്ചു ആരുമുട്ടൻ എന്താ എനിക്കത്തേന്ന്. മുത്തേ, എടാ കുഞ്ചുപ്പോ, ചുണ്ടുവനി, അമ്മേന്റെ സുന്ദര കുട്ടാ. അപ്പ ആ പൂച്ചയുടെ ശബ്ദാക്കുവോ? അയ്യോ, ഒരു കണ്ടം പൂച്ച, അയ്യോ കണ്ടം പൂച്ച വന്നു. എന്നേക്ക് വാടാ, നമ്പോ പൊന്നു മുറ്റ എണീറ്റോ, ചക്ര മുറ്റ എണീറ്റോ, വാ സുന്ദര മുറ്റ എണീറ്റോ. ഗുഡ് ആയല്ലേ ആര്യൻകുട്ടനെ. അപ്പൻ്റെ കയ്യിലേക്ക് കൊക്കട്ടെ, അമ്മ. ഇനി ഉറങ്ങാൻ പറ്റില്ലേ? ഇതാണ് എല്ലാ അമ്മമാരുടെയും രാവിലത്തെ ഒരു ടോർച്ചർ. നമുക്ക് ഇത് സങ്കടമല്ലേ വിളിക്കാൻ. വലിയൊരു സാധനം കാണിച്ചു തരാം ഞാനേ. കണ്ണ് ശരിക്കും അടച്ചു പിന്നി. ചെമ്പോത്ത് വിളിക്കുന്നുണ്ട് ഇങ്ങനെ. പെപ്പയും ജോർജൊക്കെ എണീറ്റ് സ്കൂളിൽ പോയി. അയ്യോ, മമ്മിപ്പിക്ക് വിളിച്ചു. ജോർജ്, പെപ്പ, ജോർജ്. മുറുക്കി അടയ്ക്കുന്നത് കണ്ണ് എങ്ങനെ ടൈറ്റൊക്കെ പിടിച്ചടക്കി. വാ, ഫ്രണ്ട്സ് എല്ലാം കൂടി അരുമുട്ടനെ കൂട്ടാണ്ട് കളിച്ചു തുടങ്ങിയ സ്കൂളില്. ഫാത്തിമ മാം പറയും, അയ്യോ ആരുംകൂട്ടം വന്നില്ലല്ലോ. ശങ്കരമായി പറയും, ആരുംകൂട്ടം ലേറ്റ് ആയി പറയും ഫാത്തിമ മാം. എനിക്ക് അമ്മക്ക് ശങ്കരവാ അറിഞ്ഞില്ല ദാസ. അച്ചട ശുണ്ടടാ. അവിടെയാണ് അമ്മേ രാവിലെ ചെമ്പോത്ത് ഉണ്ടാവുക. ആ തെങ്ങുമ്പില് ചെമ്പോത്ത് വരെ. എന്നിട്ട് ദിവസം കുഞ്ഞുണ്ടോ? എന്താ പറയാ, രാവിലെ അത് ചെമ്പോത്തിന് കുഞ്ഞിനെ 7 മണിയാകുമ്പോൾ കുളിപ്പിക്കും. അതെയോ? എന്നിട്ട് ചോദിക്കും ആരും കൂട്ടം കുളിച്ചില്ലേന്ന്. അപ്പൊ ഞങ്ങള് പല്ല് തെച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പം ആര്യൻകുട്ടൻ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത് വരെ ഇതിൻ്റെ ഹീറ്റ് ബാഗാണ്. കുറച്ച് നേരം എൻ്റെ ബാക്ക് പെയിന് ഞാൻ കെയർ കൊടുക്കണം. അങ്ങനെ ഭയങ്കര പെയിൻ ഉണ്ടായിട്ടില്ല, പക്ഷേ ഇതൊരു റുട്ടീനാണ്. കുറച്ച് നേരം ഹീറ്റ് വെച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. കുറച്ച് നേരം ഞാൻ നിന്നതല്ലേ. അപ്പം ഇപ്പം ഇങ്ങനെ ഭയങ്കര മോർണിംഗ് ടൈം എന്നൊന്നും പറയാനൊന്നും അധികം കിട്ടാറില്ല. പക്ഷേ ഐ എം ഹാപ്പി. കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഷടപടേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ 6 മണിക്ക് എണീക്കുന്നു. ഒരുമിച്ച് മോൻ്റെ ഫുഡും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, അവനെ കൊണ്ടുവിടുന്നു. തിരിച്ചൊരു 8:30 ആകുമ്പോൾ നമ്മളിവിടെ ഫ്ലാറ്റിലേക്ക് എത്തും. ദെൻ നമ്മൾ ഇന്നത്തെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പം ഇപ്പോഴാണ് ശരിക്കും ഒരു റുട്ടീനൊക്കെ വന്ന് തുടങ്ങിയത്, മോൻ കാരണം. എല്ലാവരോടും ഹായ് പറ, ഗുഡ് മോർണിംഗ് പറ. മുത്താണ് ചെക്കൻ. ഇന്ന് എള്ളുണ്ട വെച്ചിട്ടുണ്ട് അമ്മ. എള്ളുണ്ട വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ. എള്ളുണ്ട കഴിക്കോ? ഇതെന്താ രാവിലെ ഉണ്ടല്ലോ ചെമ്പോത്ത് വന്നിട്ടേ. അതാ എന്റെ ദൈവമേ, എന്ത് ചെയ്യും? അതിക്കോ, അത് അവര് കാണും. കുറിച്ച്
വേഗം കുടിച്ചോ കണ്ണാ. ദേഷ്യം വന്നു, അതിന്റെ ദേഷ്യം വന്നേ. കുടിച്ചോ. വെള്ളം കുടിക്കും, വെള്ളം കുടിക്കും, വെള്ളം. അയ്യോ, ചുമ മാറണ്ടേ എൻ്റെ കണ്ണിന്. ഇനി വെള്ളം വേണമ്മ. ആരെങ്കിലും ഒരു 2 days ആയിട്ട് ഒരു ചുമ ഉണ്ട്. അത് അരിങ്കുട്ടൻ മരുന്ന് കഴിച്ചതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ 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 ആക്കിയതാ. അപ്പൊ നല്ല വേവിച്ചുടഞ്ഞ പരിപ്പ്, ബ്രോക്കലി, ചോറ്. ഉപ്പിട്ടില്ല? അല്ല, നെയ്യ്. എന്റെ അമ്പോ, അതുകൊണ്ട് തന്നെ ഇളക്കിക്കൊള്ളു. നെയ്യ് വേണം 1 സ്പൂൺ രാവിലെ കഴിക്കാൻ. ഓക്കെ. അമ്മ പാവടാ. ഒരു എഗ് ഉണ്ട്, പാൻ കേക്ക് ഉണ്ട്. അപ്പം ഇതില് എള്ളുണ്ട ഉണ്ട്, ബനാന ഉണ്ട്, നട്ട്സ് ഉണ്ട്, ഇതിൽ പപ്പടം ഉണ്ട്. പൊടിയാണ്ട നിൽക്കും. പൊന്നിന് എല്ലാം ഉണ്ടല്ലോ. ഇതിലേക്ക് വെച്ചു. അപ്പൊ എല്ലാം ആയി. അല്ല, ആ അൻസു ബേബി അങ്ങനെയാണോ? പിന്നെന്തായിരുന്നു? on. Ashley, look at So we are all set to go school. പോയിട്ട് വരാം. I'm too shy to straighten up my ഇപ്പൊ ഞാനാ സ്കൂളിൽ പോകുന്നല്ലേ നമുക്ക്. Time's running out, so take the chance. Make a move, 'cause the store won't stay open till the end. മെയിൻ ഒരു ചടങ്ങ് ട്രാഫിക്കാണ്. നമ്മളൊരു 7:45 മുന്നേ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഫുൾ ട്രാഫിക്കിൽ പെട്ടു. 'Cause I know I need a start to let ഈവനിങ് കാണാൻ പറ, ഈവനിങ് കാണാൻ പറ. see what I've done. Let it go too soon. അങ്ങനെ ആരും കൂടെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞിട്ടത് ഇപ്പൊ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി ജൂൺ ഹാഫ് ആകുമ്പോൾ തുടങ്ങി. ഇപ്പൊ ഫുൾ മന്ത് കഴിഞ്ഞ്, ഇപ്പൊ ഓഗസ്റ്റ് ഒരു വീക്കൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പോഴും ബായി പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോകുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു എനിക്കൊരാഗ്രഹം തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അത് എന്താണെന്നറിയില്ല. അതിനിപ്പോ ഏത് ക്ലാസ്സിലെത്തിയാലോ മാറുകയെന്നറിയില്ല. എനിക്ക് ഭയങ്കര പാവം തോന്നുന്നത് ഇല്ലേ. ചില ദിവസം അങ്ങനെ ഒരു മൂഡ് ഉണ്ടാവില്ല. അത് നമ്മുടെ ചങ്ക അങ്ങനെ കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഓ ശരി എന്നൊക്കെയുള്ള രീതിയിൽ കുഞ്ഞു പോകുന്നതാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ ആലോചിക്കും ഈ ജോലിയൊന്നും ചെയ്യണ്ട, ഇനി നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാന്നുള്ളത്. പക്ഷെ അതൊക്കെ മോശമാണ്. കാരണം കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് സ്കൂളിൽ വിട്ടേ പറ്റുള്ളൂ. എന്നെ ഇത് കേൾക്കുന്നവരെ എന്നെ ചീത്ത പറയുമ്പോൾ എനിക്കറിയാം. അപ്പൊ അങ്ങനെയാണ് എൻ്റെ എല്ലാ മോർണിംഗും ആ ഒരു വിഷമമുണ്ടല്ലോ ഉള്ളില് ഒരു ചെറിയൊരു ഗിൽറ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ പോകുന്ന കാണുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞു പോകും. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എല്ലാ മദേഴ്സിൻ്റെയും എല്ലാവരുടെയും ലൈഫിലൊരു പാർട്ടാണ് അതിപ്പോൾ. ഓക്കെ, അപ്പോൾ കുഞ്ഞിനെ സ്കൂളിലൊക്കെ വിട്ട് നമ്മളിതേ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ 9 മണിയായി. യൂഷ്വലി നമ്മളൊരു 8:30 ഒക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തും. ബാക്കി നമ്മുടെ പരിപാടീസൊക്കെ അങ്ങനെ തുടങ്ങും. അപ്പോൾ ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറട്ടെ, എന്നിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വിശന്ന് ഞാൻ സൈഡായി, നല്ലോണം വിശന്ന്. ബിക്കോസ് 6 മണിക്ക് എണീക്കുന്നതാണ്. ഗോപു നല്ല സൂപ്പർ ഓംലെറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ട ഓംലെറ്റിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കണ്ട് ഞാൻ അപ്പോഴേക്ക് ഡ്രസ്സ് മാറട്ടെ. മതി, എനിക്ക് എത്ര മതി.
എല്ലാ പൊടിയും പുല്ലൊക്കെ പെറുക്കിയിടുന്നുണ്ട് കേട്ടോ എൻ്റെ ഓംലെറ്റില്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കുറേ വെജസ്, ബ്രോക്കലിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് 2 എഗ് അല്ലേ, 2 എഗ് ഇട്ടിട്ട് ഓംലെറ്റ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും രാവിലെ കുടിക്കും. വൈറ്റമിൻ സി. ആരും കൂടി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടാവും. അവർക്ക് രാവിലെ തന്നെ അവിടെ ഒരു ഡൈനിങ് ഹാൾ ഉണ്ട്, ഒരു കഫറ്റീരിയ പോലെ. അപ്പോൾ അവിടുന്ന് അവിടുത്തെ ചേച്ചിമാർ ഫുഡൊക്കെ കഴിക്കാൻ ഹെൽപ്പ് ചെയ്യും. കഴിച്ചിങ്ങനെ എല്ലാവരും കൂടെ ലൈനായിട്ട് നടന്ന ക്ലാസ് പോകും. ഇന്നലെ PTA മീറ്റിംഗിൽ മാം പറയുന്നു ആര്യമുട്ടൻ ലൈനിൽ നിൽക്കൂലെന്ന്. അപ്പം ഞാൻ എൻ്റെ പഴയ കാലം ഓർത്തു. എനിക്കും അതേ സ്വഭാവമായിരുന്നു, ലൈനിൽ നിൽക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. റൂളൊന്നും എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോനെ ലൈനിലൊക്കെ നിൽക്കണം എന്നൊക്കെ. അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ പോവാണ്. ഞാൻ എന്നാല് ഫിസിയോ കഴിഞ്ഞിട്ട് വരാം. കുളിക്കുന്നില്ല? രാവിലെ എണീറ്റിട്ട് ഞാൻ ഒന്ന് AC ഓണാക്കിയിടും. കയറുമ്പോൾ ഒന്ന് നല്ല സുഖത്തോടെ കയറാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഓണാക്കിയിട്ടുണ്ട്. യെസ്, മൈ ന്യൂ അഡീഷൻ. കുക്കുവിൻ്റെ ഗിഫ്റ്റാണ് എയർപോർട്ട് പ്രോ മാക്സ്. പൊളിയാട്ടോ, കാണുന്ന പോലെ അല്ല, നല്ല വെയിറ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വർക്കിലേക്ക് കിടക്കാണ്. മോൻ വരുന്നവരേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവൻ്റെ കൂടെ കളിക്കാൻ പോകണം. ആ ടൈമിനുള്ളിൽ കിട്ടുന്ന അത്ര മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കുക്കു ഫിസിയോക്ക് പോവാണ്. ബൈ, ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. 1 hour ആണ് എൻ്റെ ഫിസിയോതെറാപ്പിയുടെ സെഷൻ്റെ ടൈം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കൊരു കോഫി കുടിക്കാൻ കയറാം കേട്ടോ. യൂഷ്വലി ഫിസിയോ കഴിഞ്ഞാൽ ഞാനിവിടെ കയറി നല്ലൊരു കോഫി കുടിക്കും. ഇവിടുത്തെ ആപ്പിൾ പൈ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പക്ഷേ ഇന്ന് അത് കിട്ടിയില്ല. പകരം ഒരു ട്യൂണ സാൻഡ്വിച്ചും മഫിനും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അങ്ങനെ ഫിസിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. നമ്മൾ ഗോപു ലഞ്ച് കഴിക്കാനുള്ള സമയം ഏകദേശം ആവാറായി. ചോറ് ഇന്നലത്തേത് ബാക്കി ഇരിപ്പുണ്ട്. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് കുറേ കുക്ക് ചെയ്തു. ഫിഷ് കറി ഇരിപ്പുണ്ട്, മോര് കറി ഇരിപ്പുണ്ട്. സോ ഞാൻ പെട്ടെന്ന് ചിക്കൻ ഫ്രൈ ചെയ്യും, ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് ഗോ. മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ച ചിക്കനാണ്. അപ്പോൾ മോര് കറീൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ കിട്ടുക്കൻ കോമ്പിനേഷനാണ്. പിന്നെ നമ്മളുടെ ഉപ്പേരിക്ക് കഷ്ണമുള്ളത് കായയും ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട്. എനിക്ക് കായ ഭയങ്കര ഇഷ്ടമാണ്, കായ ഉപ്പേരി. അപ്പോൾ കായ ഉപ്പേരി പെട്ടെന്ന് ഉണ്ടാക്കാം. കറിയൊക്കെ എടുത്ത് പെട്ടെന്ന് ചൂടാക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു കുളിയായിരുന്നു. തലയിൽ എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ കണ്ടീഷണറൊക്കെ ഇട്ട് അങ്ങനെ എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്തൊരു കുളിയായിരുന്നു. ഹെയർ കെയർ ഒക്കെ ഉള്ള ഡേ ആയിരുന്നു ഇന്ന് മൺഡേ അല്ലേ. മൺഡേ ഞാൻ കൂടുതൽ ടൈം ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യും. മൺഡേ ജസ്റ്റ് എനിക്ക് ആക്ച്വലി എല്ലായ്പ്പോഴും മൺഡേ എനിക്കൊരു കിക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ഡേ ആണ്. മൺഡേ ഞാൻ ഇങ്ങനെ ടൂ മച്ച് തിങ്സ് ഒന്നും ചെയ്യില്ല. ബിക്കോസ് എനിക്കറിയാം 2 ദിവസത്തെ ആ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ ചാലുവായി വരുള്ളൂ. അപ്പം തന്നെ പുഷ് ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. സോ ഞാൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ.
വൺ ഡേ മോസ്റ്റ്ലി ഷൂട്ടൊക്കെ അവോയ്ഡ് ചെയ്യുന്നൊരു ഡേ ആണ്. പക്ഷെ ഇന്നിപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ട് അങ്ങ് ഷൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ആൻഡ് ഇപ്പം സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ആക്നെ സ്കിൻ കെയറിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം സ്കിന്നിലിപ്പം അത്യാവശ്യം നല്ല ബ്രേക്കൗട്ട്സ് എല്ലാ മന്തും വരുന്നുണ്ട്. നമ്മുടെ പീരീഡ്സിനോട് കണക്ട് ചെയ്തിട്ട് ഹോർമോണൽ പ്രശ്നമാണെന്ന് ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പം ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങി. സോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതൊരു ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റർ ആയാലും ഇല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുന്ന ആളുടെ വീഡിയോയിലും കുരുമുഖത്ത് വരുന്ന കണ്ട പിമ്പിൾസ് കണ്ടാൽ അപ്പം ലേഡീസാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇത്രയും പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്, കുറച്ചൊക്കെ പ്രൊഡക്ട്സും കൂടെ ഇട്. അതൊക്കെ നമ്മുടെ അപ്പുറത്തെ അമ്മായിമാരൊക്കെ പണ്ട് കാലത്തൊക്കെ കമൻറ്റ് ചെയ്യുന്ന പോലെ വല്ലാണ്ട് അങ്ങ് അത് ജഡ്ജ് ചെയ്ത് കമൻറ്റ് ചെയ്ത് കളയും. നമ്മൾ ടൂ മച്ച് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കാണിച്ചിട്ടൊക്കെയാണ് ഇത് വരുന്നത്. ഇതൊന്നും അല്ല. ഇതൊക്കെ വരാൻ കാരണം പല ആൾക്കാർക്കും പല ഇഷ്യൂസ് ഉണ്ടാവും. ജനറ്റിക്കലി ഉണ്ടാവും, അല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങൾ ഏജ് മാറുന്നതിനനുസരിച്ചിട്ട് വരും. ചിലർക്ക് ടീനേജ് ആയിരിക്കും, ചിലർക്ക് 30+ ആകുമ്പോഴായിരിക്കും. എനിക്ക് 30+ ആയപ്പോഴാണ് ഇങ്ങനെ സ്കിന്നിൽ ഇഷ്യൂസ് വന്നു തുടങ്ങിയത്. അതുവരെ എൻ്റെ ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ റിയലി റിക്വസ്റ്റ് അങ്ങനത്തെ കമൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡോണ്ട് ജഡ്ജ്. ഓക്കെ, ജസ്റ്റ് ഓക്കെ, ഒരാളുടെ മുഖത്ത് കുരുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമൊന്നുമല്ല അല്ലേ, അത് പോവും വരും, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ. Too shy to straighten up my bones and be a man. I gotta tear this wall apart. ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. ബൈക്ക് ഓൾറെഡി എൻ്റെ വർക്ക് കുറച്ച് നേരം മുടങ്ങി. അതുകൊണ്ട് പോയിട്ട് നീണ്ടോ ഓ നോട്ടോ വിഭാഗ സമൃദ്ധമാണെന്ന്. ചിക്കൻ ഉണ്ട്, ഇന്നലത്തെ വെണ്ടക്കപ്പേരി ഉണ്ട്, ഇന്നത്തെ പുതിയ പേരുണ്ട്, ഇന്നലത്തെ മോരുകറി ഉണ്ട്, മീൻകറി ഉണ്ട്, പരിപ്പ് കറി ഉണ്ട്. ദിസ് ഈസ് മൈ ഓംലെറ്റ്. താങ്ക് യു. കോവിൻ്റെ പ്ലേറ്റ് കണ്ടോ, ഇങ്ങനെയാണ് ലഞ്ച് കഴിക്കേണ്ടത്. കാരണം ചെറിയ പോർഷൻ ചോറും ബാക്കിയൊക്കെ സൈഡ്സും ആണ്. ഉപ്പേരികളും ചിക്കനും കറിയും ഒക്കെ ആയിട്ടാണ്. കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പ്. അപ്പം ഞാൻ ആക്ച്വലി മോരുകറി ഇന്നലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ല. ഇന്നലെ മൊത്തം ചിക്കൻ ഫ്രൈയും കൂട്ടി ഞാൻ ചോറ് കഴിച്ചു. ചിക്കൻ 2 ദിവസം ഉണ്ടായിരുന്നു. ആ, 2 ദിവസത്തേക്കല്ല, മസാല പുരട്ടി വെച്ചതാണ്. അപ്പം അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഫ്രൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ ഫ്രിഡ്ജിലുള്ള ഫുഡൊക്കെ തീർക്കും. അതാണ് ഈ ഇത്തിരി കാണുന്നത്. ഇത് ഇന്നലത്തെ ഉപ്പേരിയാണ്, അതാണ് ഇത്ര ബാക്കി. മോരുകറിയും ചിക്കൻ ഫ്രൈയും ആണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് അറിയാൻ ഞാൻ കാണിച്ചുതരാം. മിക്കവാറും ഗൾഫിലൊക്കെ ഉള്ളവർ ചീത്ത കേട്ടോ, അവരെപ്പോഴും പറയാറുണ്ട് ഇമ്മാതിരി വീഡിയോസ് ചെയ്യരുതെന്ന്. പണ്ടത്തെ വാട്ടൈറ്റിൻ്റെ ഇതിൻ്റെ അടിയിലൊക്കെ ഗൾഫിൽ നിന്നുള്ള കുറേ ചേട്ടന്മാർ കമനി, എൻ്റെ പൊന്നു പോലെ ഇതൊന്നും ഞങ്ങൾ കാണിക്കില്ലേന്ന്. സോറി കേട്ടോ. നല്ല മോരുകറിയും നല്ല നാടൻ മസാല പുരട്ടിയ ചിക്കൻ ഫ്രൈയും കുറച്ച് കായുപ്പേരിയും ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ കുഴച്ചിട്ട് ഇതല്ലടാ സ്വർഗം. ഇത് നല്ല ഉണക്കച്ചെമ്മീനാണ്. ഞങ്ങളൊരു ആൻറ്റി വളരെ സ്പെഷ്യലായിട്ട് കൊണ്ടുതന്നാണ് കാണാൻ വന്നപ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ പറയുക, പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ മഴക്കാലത്തൊക്കെ നമുക്ക് ഉണക്കച്ചെമ്മീനും ചക്കക്കുരും കൂട്ടി ഒരു കറി ഉണ്ടാക്കും. എൻ്റെ അമ്മ അത് എന്തൊരു രുചിയാണെന്നറിയോ. അങ്ങനെ ഭയങ്കര വെജീസ് ഉപ്പേരി അങ്ങനെ ഭയങ്കര ഒന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ ഒരു ഉപ്പേരി ഇതായിരിക്കും, ഉണക്കച്ചെമ്മീൻ ഉപ്പേരി ആയിരിക്കും. അതും എൻ്റെ അമ്മ നല്ലോണം തേങ്ങയൊക്കെ ഇട്ട്, നമുക്ക് തെങ്ങൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പം വീഴാറൊന്നുമില്ല, പക്ഷെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ തോലൊക്കെ പോവും. ഇങ്ങനെ മുകളിൽ കയറുമ്പോൾ നിരങ്ങി വീഴില്ലേ, അത്ര മുകളിൽ നിന്ന് താഴേക്ക് വീഴും. എൻ്റെ അമ്മ ഓക്കെ. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീനിൽ തേങ്ങ ഇട്ട കറി ഉണ്ടല്ലോ, ഉപ്പേരി ഉണ്ടല്ലോ, എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ ക്രേവ് ചെയ്തത് അതായിരുന്നു. അതാണ് എനിക്ക് അത്രയ്ക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളിതേ ലഞ്ചൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർനൂൺ, ഇന്നിപ്പോൾ ആഫ്റ്റർനൂൺ സമയം മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് ഇപ്പോൾ വൈകുന്നേരം വിടേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് ഇൻവോയ്സസ് ഒക്കെ അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3:30 ഇതൊക്കെ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്തിട്ട് എനിക്ക് താഴെ പോകണം. ചെറുത് വരേണ്ട സമയമാണ്, കുഞ്ഞ് വരേണ്ട സമയമാവും 3:30 ആകുമ്പം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഷൂട്ട് സ്പേസ് സ്റ്റുഡിയോ. മെയിനായിട്ട് ഇത് ഇൻസ്റ്റഗ്രാം വോളാണ്. ഇതെവിടെയാണ് എൻ്റെ ഗെറ്റിംഗ് റെഡി വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാറ്. ഈ സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ ഐ ലവ് ദ സ്പേസ്. ഇതാണ് എൻ്റെ ഒരു സ്വർഗം എന്ന് പറയുന്നത്. കാരണം അവിടെ വീട്, ഇവിടെ വർക്ക് എന്നാകുമ്പോൾ അത് ഭയങ്കര ഒരു റിലാക്സിങ് ആണ്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ വേറെ തന്നെ ഒരു ആംബിയൻസും ഈ ലൈറ്റ്സ് എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പം ഞാൻ ഈ വോളൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി പിൻട്രസ്റ്റി ആക്കിയിട്ടുണ്ട്. ഞാനൊരു ബിഗ് ടൈം പിൻട്രസ്റ്റ് ഫാനാണ്.
അപ്പോൾ യെസ്, അതാണ് ഈ ഒരു ബോൾ. ഇതൊക്കെ പൊസിഷനൊക്കെ നോക്കി ചെയ്താണ്. അനക്കാനൊന്നും പറ്റില്ല. അനക്കെന്ന് അറിയാൻ ചീത്ത പറയും ഇവിടെ വന്നിട്ട്. അതൊന്നും തൊടാൻ പാടില്ല എന്ന് പറയും വരുന്നവരോട്. പിന്നെ ഇതേ ഇവിടെ ഒരു സ്റ്റുഡിയോ ടൂറൊക്കെ ഞാൻ പണ്ടേ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ആകെ ഇരിക്കുന്ന ഷൈനാണ്. പിന്നെ ഇതാണ് എൻ്റെ പുതിയ ഡെസ്ക്ടോപ്പ്. ഇത് നമ്മൾ സെറ്റ് ചെയ്തതാണ്. സിസ്റ്റമൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ലാപ്ടോപ്പൊക്കെ മാറ്റി ഡെസ്ക്ടോപ്പാക്കി. കമോൺ കാണിച്ചു തരാം. ഇവിടെ എങ്ങനെ ഇരിക്കും, എന്ത് സുഖമാണെന്നറിയോ ഇങ്ങനെ സിസ്റ്റമൊക്കെ വെച്ച്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, ഇത് കണ്ടോ, ഇതെൻ്റെ ലിബാം. ഇത് എഡിറ്റ് ചെയ്യാനൊന്നും വേണ്ട, ഇതൊരു ബന്ധമില്ല. പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതെൻ്റെ സാമ്രാജ്യമാണ്. ഇത് എനിക്ക് എൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വന്തം സ്ഥലം. ഗോപുവിൻ്റെ സ്റ്റുഡിയോ ഇതിൻ്റെ അകത്താണ്. അതുകൊണ്ട് ഗോപുവിനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് അങ്ങോട്ട് ശല്യപ്പെടുത്താൻ പോരുതെന്ന്. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല. തുറന്നാൽ എനിക്ക് ചീത്ത കിട്ടും. ആൻറ്റി ഗ്ലെയർ ആണ്, ഭംഗിക്കൊന്നുമല്ല കേട്ടോ, പക്ഷെ നല്ലൊരു ഭംഗിയില്ലേ ട്രീഷ്. പിന്നെ ഇതെൻ്റെ വാച്ച്. ഇവിടെ എൻ്റെ മൊബൈൽ സ്റ്റാൻഡൊക്കെ ആയിട്ട് സെറ്റാണ്. അതിൻ്റെ മുകളിൽ എൻ്റെ പുതിയ അലാം ക്ലോക്ക് ഉണ്ട്. 3:30 ആകുമ്പോൾ അതിലൊരു അലാം അടിക്കും. ബ്യൂട്ടിഫുള്ളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിങ്ങനെ അടിക്കും. അപ്പോൾ ഓടും താഴത്തേക്ക് ചെറുതിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടാളും പോകും കുഞ്ഞിനെ കൂട്ടാൻ. അതാണ് ഞങ്ങളുടെ ഒരു റുട്ടീൻ. കാരണം അവന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ രണ്ടുപേരും കാണാൻ. ഈ നമ്മളെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിയില്ലേ, അതൊക്കെ ഇതാണ്. അതായത് നമ്മൾ വർക്ക് ഫ്രം ഹോം ഒന്നല്ല, നമ്മുടെ സ്റ്റുഡിയോ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട്, വർക്ക് സ്പേസ് തൊട്ടപ്പുറത്തായതുകൊണ്ട് കുറേ നല്ലതും കുറേ നല്ലതുണ്ട്. ഞാൻ എപ്പോഴും നല്ലതാണ് പറയാം, കുറേ നല്ലതുണ്ട്. ഇതുപോലെ കുഞ്ഞുണ്ടാവുമ്പോൾ കേട്ടോ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് അത് മാനേജ് ചെയ്ത് പോകാൻ ടച്ചോട് ദൈവം സഹായിച്ച് പറ്റുന്നുണ്ട്. കാരണം എനിക്ക് അധികം ഡിസ്റ്റൻസ് ഒന്നും പോകണ്ട, ഇപ്പുറത്ത് തന്നെയാണ് വർക്ക് സ്പേസ്. അപ്പം അങ്ങനെ അപ്പം ഞാൻ ഇന്നത്തേക്ക് എന്താ എഡിറ്റ് ചെയ്യുന്നതെന്നറിയോ, ഈവനിങ് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ലിപ് കോംബോ റീല് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. Step right in, 'cause I need a start. Let you in. സമയം 3:45 ആയി. ആര്യൻകുട്ടൻ സ്കൂളിൽ നിന്ന് വരേണ്ട സമയമായിട്ടുണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ കളർ ബസ് ഇവിടെ വരും. ആൻഡ് ചെറുത് ഈ സമയമാകുമ്പോൾ നമുക്കൊരു എന്തോ ഒരു സന്തോഷമല്ലേ, എല്ലാ ദിവസവും ഓടി വരും ഞങ്ങൾ താഴത്തേക്ക്. ഞാൻ പറയും കൊക്കിനോട് നീ പോയി കൂട്ടിട്ട് വന്നോന്നൊക്കെ, പക്ഷേ രണ്ടാക്കും വരണം. എന്ത് പറ്റി, ക്ഷീണുണ്ടോ, ഉറങ്ങിപ്പോയോ? ലൈം ജ്യൂസ് വേണോ? ലൈം ജ്യൂസ്. ഹായ് പറ, വന്നു പറ, ഞാൻ വന്നു പറ. ഒരു നമുക്ക് നോക്കട്ടെ കുട്ടണം. ലൈം ജ്യൂസ് വെച്ചാ ലൈം ജ്യൂസ്. ഉറക്കം. നീ കളിക്കാൻ കൊണ്ട് നടക്കുന്നതാണോ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, വീട്ടിലേക്ക് ഓടിക്കോ. ഗോ റൺ. Days pass. പൂച്ചയോ? ക്യൂട്ട് പൂച്ച. എന്നിട്ട് എന്റെ അമ്പോ ആണോ മുത്തേ? കുഞ്ഞു പൂച്ചയാ? ആര്യൻകുട്ടൻ എന്നാണോ പൂച്ചന്റെ പേര്? ആര്യൻകുട്ടൻ ഒരു സാധനം പഠിച്ചു. എന്താ പഠിച്ച ആര്യൻകുട്ട? അങ്ങനെ വൈകുന്നേരമായി. ആര്യൻകുട്ടൻ സ്കൂളൊക്കെ വിട്ട് വന്ന് നല്ല സൂപ്പർ പുളിയൊക്കെ കുളിച്ച് സുന്ദര കുറ്റപ്പനായി. ഇനി കുറച്ചൊന്ന് വെയിലാറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്ക് കഴിച്ചിട്ട് നമ്മളൊന്ന് കളിക്കാൻ പോകും പുറത്തേക്ക്, അല്ലേ കണ്ണാ? അല്ലേ? ഇപ്പൊ പുറത്ത് വെയിലാണല്ലോ. എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡപ്പ് ചെയ്താലോ? ബെറ്റർ എന്നൊക്കെ പോകും സൈഡായി. 6 മണിക്കൊക്കെ എണീറ്റ് നമ്മളൊരു ദിവസം വെറുതെ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഓരോ സാധനവും എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ
ഫ്രൂട്ടല്ലേ, അപ്പൊ അതിന്റെ ഒരു ക്ഷീണം. ഇനിയിപ്പോ ഞങ്ങളൊരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് ഒന്ന് ഫ്രഷ് ആവട്ടെ. കളിക്കാൻ കൊണ്ടുപോകും. അതെ, മോനെ ഒന്ന് കളിക്കാൻ കൊണ്ടുപോകും. സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആരും കൊണ്ട് എന്റെ സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുമ്പോൾ 8 o'clock ആണ്. 8:30 8:45 ഒക്കെ ഉള്ളിൽ ഉറങ്ങി. അവനും ഉറങ്ങും, ഞാനും ഉറങ്ങും. ഗൈസ് ലെറ്റ്സ് സേ ബൈ. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ലവ് യു ലവ് യു ഓൾ, ലവ് യു ലോട്ട്. ബൈ 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 ബൈ. ഐ ലവ് യു ഉമ്മ.